ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ ഭാഗം 2386. ഇന്ന് ജൂലൈ മാസം 13-ാം തീയതി 194-ാമത്തെ ദിവസത്തിലെത്തി. പറയാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ഒരു ബോധവുമില്ലാതെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. സുവിശേഷമനുസരിച്ച് ജീവിക്കുക. ഇതൊരു ഉപദേശം കണക്കെ ഞാനൊഴികെ മറ്റെല്ലാവരും പാലിക്കേണ്ടതാണെന്നുള്ള ഒരു ചിന്തയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. സുവിശേഷം അനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ യേശുവിൻ്റെ ഒരേ ഒരു ഉപദേശമെങ്കിലും സ്വന്തം ജീവിതത്തിൽ പാലിച്ച് തുടങ്ങാൻ ശ്രമിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം നിറയെ പ്രകാശിച്ചു തുടങ്ങുന്നേ. അത്രയ്ക്കത് സമഗ്രമാണ്, സമ്പൂർണമാണ്. ഒരു ഉദാഹരണത്തിന്, വിധിക്കരുത് എന്ന യേശുവിൻ്റെ ഉപദേശത്തെ ഒന്ന് ഗൗരവത്തിലെടുക്കാം. ആ ഉപദേശം അനുസരിച്ച് ജീവിക്കാനായിട്ട് ഒരാൾ തീരുമാനിക്കുമ്പോൾ എന്തായിരിക്കും അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുക? വിധിക്കരുത് എന്ന യേശുവിൻ്റെ ഉപദേശം ഒരാൾ ഉൾക്കൊണ്ടു തുടങ്ങുമ്പോൾ അയാൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാവരോടും ഹൃദയം നിറയെ സ്നേഹം ഉണ്ടാകുക എന്നുള്ളതാണ്. എല്ലാവരെയും സ്നേഹിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ആയാലല്ലേ ആരെയും വിധിക്കാതെ കടന്നു പോകാൻ ഒരാൾക്ക് കഴിയൂ. നിർമ്മലമായൊരു ഹൃദയമില്ലാതെ ഒരാൾക്ക് എങ്ങനെയാണ് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുക? ഓർത്തു നോക്കി, വിധിക്കരുത് എന്ന യേശുവിൻ്റെ ഒറ്റ ഒരു ഓർമ്മപ്പെടുത്തലിനകത്ത് നിർമ്മലമായൊരു ഹൃദയത്തിനും അത് നിറയുള്ള ഉപാധികളില്ലാത്ത സ്നേഹത്തിനും ഒരു സാധ്യതയുണ്ടാവുന്നു. ജീവിതം ഒരു ക്രമപ്പെടുത്തലിനും വിധേയമാക്കാതെ ഇങ്ങനെ സുവിശേഷം വായിച്ചു പോകുന്ന, എന്നെ പോലെ സുവിശേഷം പറഞ്ഞു പോകുന്ന മനുഷ്യരും ഒരുപാടുണ്ടാവും. പല ചെറിയ ഇഷ്ടങ്ങളെയും വേണ്ടെന്ന് വയ്ക്കാനായിട്ട് വചനം നമ്മെ സ്നേഹപൂർവ്വം നിർബന്ധിക്കുന്നുണ്ട്. നമുക്കാകെയുള്ള ഇത്തിരി സന്തോഷങ്ങളെ കെടുത്തിക്കളയാൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ. ആർക്കും എടുത്തു മാറ്റാനാകാത്ത സന്തോഷം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കാൻ വേണ്ടിയാണ്. ശാന്തമായിരുന്നു വിശുദ്ധ വേദഗ്രന്ഥം വായിക്കുന്നത് തന്നെ ഒരാളെ പ്രകാശം കൊണ്ട് കുളിപ്പിക്കുന്നുണ്ട്. 119-ാമത്തെ സങ്കീർത്തനം അത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങയുടെ വചനം ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും, എളിയവർക്കത് അറിവ് പകരുന്നു. അങ്ങനെയാണ് സുവിശേഷം എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു തുടങ്ങുക. പറഞ്ഞു വരുന്നത്, യേശുവിൻ്റെ ചില ഉപദേശങ്ങൾ ഒരു ഉപദേശത്തെയെങ്കിലും ഒന്ന് ഗൗരവമായിട്ട് പരിഗണിച്ച് പാലിച്ചു തുടങ്ങാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടിയുള്ള ഇത്തിരി പ്രാർത്ഥനയും പരിശ്രമവും പിന്നാലെ കണ്ടെത്തുക. നല്ല തുടക്കമാവുക. ആമേൻ.